സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നമ്മൾ ഇസ്രായേലിൻ്റെ കഥയുടെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ദൈവപുത്രനായ മിശിഹ മനുഷ്യനായി അവതരിക്കുമ്പോൾ മനുഷ്യപുത്രനെ മനസ്സിലാക്കുവാനും മനുഷ്യപുത്രനിൽ നിന്ന് സുവിശേഷത്തിൻ്റെ ദീപങ്ങൾ തെളിയിച്ചു വാങ്ങുവാനും അത് പിന്നീട് ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുവാനും ഏൽപ്പിക്കുവാൻ ഒരു ഗോത്രത്തെ ആവശ്യമുണ്ടായി. അങ്ങനെ ഒരു ഗോത്രത്തെ നിർമ്മിക്കുവാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം അബ്രാഹാമിനെ തിരഞ്ഞെടുക്കുന്നത്. അബ്രാഹാമിനെ തിരഞ്ഞെടുത്ത് നമ്മൾ ആ കഥയുടെ ആദ്യ ഭാഗം പറഞ്ഞു. അദ്ദേഹം കാനാൻ ദേശത്ത് ഹെബ്രോൺ ഭാഗത്താണ് അദ്ദേഹം താമസമാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഹെബ്രോണിലെത്തിയ കഥ വരെയാണ് നമ്മൾ പറഞ്ഞത്. അബ്രാഹാം ഒരു സാധാരണ മനുഷ്യനാണ്. ദൈവം ഓരോ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് അത്ര അതിഭയങ്കരമായ മനുഷ്യരെയൊന്നും വളരെ സാധാരണക്കാരായ ആളുകളെയാണ്. ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. പക്ഷേ ലക്ഷ്യം എന്താണെന്ന് അവർക്കൊരിക്കലും മനസ്സിലാക്കില്ല. അബ്രാഹത്തെ സംബന്ധിച്ച് അബ്രാഹത്തിന് ശേഷം പിന്നീട് ഏകദേശം 50 തലമുറകൾ കഴിഞ്ഞു വരുന്ന ഒരു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ആ ക്രിസ്തുവിൻ്റെ ജനനത്തിന് അവസരമൊരുക്കുവാനാണ് തന്നെ ദൈവം ഈ മെസൊപ്പൊട്ടാമിയയുടെ ഒരു ഭാഗത്ത് നിന്ന് കൂട്ടി മറുഭാഗത്തേക്ക് എത്തിച്ചതെന്ന് അബ്രാഹാമിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് കിട്ടിയതായിട്ടും തോന്നുന്നില്ല. ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ നേരിട്ട മനുഷ്യനാണ് അദ്ദേഹം. ഇത് സാധാരണ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെയും കഥ പോലെ തന്നെയാണ്. ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മളെപ്പോലത്തെ വെറും സാധാരണ മനുഷ്യരാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ അതുപോലെ തന്നെ നേരിട്ടിട്ടുള്ള ആളുകളുമാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം, തുടരാം. ആദ്യം നമുക്ക് സംശയം വരുന്നൊരു കാര്യം, അബ്രാഹാം അന്ന് സംസാരിച്ചിരുന്ന ഭാഷ എന്തായിരിക്കും? ഭാഷയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സംസ്കാരം എന്ന് പറയുന്ന സംഗതിയുടെ തുടക്ക ഭാഗമാണ്. ഏകദേശം BC 2000 1900 ചേർന്നുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് എഴുത്ത് ഭാഷകളെന്ന് പറയാൻ പേരിന് മാത്രമാണ് എഴുത്ത് ഭാഷകളുള്ളത്. അങ്ങനെ എഴുത്ത് ഭാഷയുണ്ടെങ്കിൽ തന്നെ അതിലൊക്കെ ലെറ്റേഴ്സൊക്കെ വളരെ കുറവാണ്. 5, 6, 7 അക്ഷരം. ഒരക്ഷരം തന്നെ പല രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് പല അർത്ഥങ്ങൾ വരത്തക്കീഴിൽ പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. എഴുത്ത് എന്ന് പറയുന്നത് പ്രധാനമായും തോലിലോ അല്ലെങ്കിൽ പേപ്പറസിലോ ചെയ്യുന്നതാണ്. തോലിൽ എഴുതുക എന്നുള്ളത് ഏകദേശം 2500 BC കാലഘട്ടത്തിൽ മെസൊപ്പൊട്ടാമിയൻ റീജിയണിൽ തോലിൽ എഴുതിയിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കാർബൺ ഡേറ്റിംഗ് വഴി BC 2500 വരെ പഴയതാണ് എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ കൾച്ചർ, ഈജിപ്ഷ്യൻ സംസ്കാരം ഈ മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തെ കഴിഞ്ഞ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സംസ്കാരമാണ്. അതുകൊണ്ട് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിൽ വരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നേരത്തെ, അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി മുൻപേ കണ്ടെത്തിയിട്ടുള്ളവർ ഈജിപ്തുകാരാണ്. അപ്പോൾ അവർ പേപ്പറസ് ഏകദേശം ഒരു BC 2900 കാലഘട്ടത്തിൽ വരെ പേപ്പറസ് കൊണ്ടുള്ള എഴുതാനുള്ള സംവിധാനങ്ങൾ സൂക്ഷിച്ചിരുന്നതിൻ്റെ കാർബൺ ഡേറ്റിംഗ് രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എഴുതുന്ന വളരെ വിശാലമായിട്ടങ്ങ് എഴുതുന്നതല്ല, വളരെ ചുരുക്കം അക്ഷരങ്ങൾ കൊണ്ട് അവർ അന്ന് പറ്റുന്ന രീതിയിൽ അവർ എഴുതി വയ്ക്കുന്നു. അപ്പോൾ അന്നൊക്കെ പ്രധാനമായിട്ടും അന്നും ഈ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റേഴ്സും ധാരാളം വചനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ഹൃദിസ്ഥമാക്കുക, അതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് തലമുറകൾക്ക് കൈമാറുക എന്നുള്ളതാണ്. വാമൊഴി എന്ന് പറയുന്ന സംഗതിയാണ്, വരമൊഴിയില്ല, വാമൊഴി എന്ന സംഗതിയാണ്. വളരെ വ്യാപകമായിട്ട് വാമൊഴിയുണ്ട്. നമുക്ക് ഇസ്രായേലിൻ്റെ കഥ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12 ഗോത്രങ്ങളിലേക്കാണ് നമ്മൾ പിന്നീട് വരിക. ആ 12 ഗോത്രങ്ങളിൽ ലേവി ഗോത്രം എന്ന് പറയുന്ന ഒരു ഗോത്രത്തെ പൗരോഹിത്യത്തിലേക്ക് മാത്രമായി മാറ്റി നിർത്തിയതായി കാണാം. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ 12-ൽ 1 പൗരോഹിത്യത്തിലേക്ക് മാറ്റി നിർത്തുന്നു. ഈ പൗരോഹിത്യത്തിലേക്ക് മാറ്റി നിർത്തുന്നവരുടെ പ്രധാനപ്പെട്ട ജോലി ഈ സ്ക്രിപ്റ്റേഴ്സൊക്കെ ബൈഹാർട്ട് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്ക്രിപ്റ്റേഴ്സ് മുഴുവൻ ബൈഹാർട്ട് ചെയ്ത ശേഷം അത് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു ജോലി. പിന്നീട് മറ്റേ പൂജയും ദേവാലയം സൂക്ഷിക്കലും ദേവാലയത്തിൽ പൂജ നടത്തുക, അതൊക്കെ അതിൻ്റെ വേറൊരു ഭാഗം. ഈ ഒരു സംഗതി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുഴുവൻ ബൈഹാർട്ട് ചെയ്യുകയും ഇത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ വ്യാസൻ മഹാഭാരതം എഴുതിയതായിട്ട് പറയുന്നുണ്ട്. മഹാഭാരതം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അതിൻ്റെ കവിതയൊക്കെ ഒരു 40 വോളിയമായിട്ടാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. സോ ബൾക്കി, അത്രയും വലുതാണ്. അത് മുഴുവൻ ഒരു മനുഷ്യൻ പറയുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അന്നത്തെ ഒരു രീതി, എഴുത്തില്ലാത്തൊരു കാലത്ത് ഈ വലിയ മെമ്മറി ശക്തി, മനുഷ്യർക്ക് അസാധാരണമായ കഴിവുകൾ അതെല്ലാ കാലത്തും ഉണ്ട്. നമ്മളിപ്പോൾ കുരങ്ങനെ പോലെ മരത്തിൽ കയറുന്ന മനുഷ്യരെ കാണുന്നില്ലേ, തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന മനുഷ്യരെ കാണുന്നില്ലേ? ഒരു 50 വർഷം കഴിഞ്ഞ് അങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടാകും. ഇത് മെക്കനൈസ് ചെയ്തു പോകും, മെഷീൻസ് ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എഴുതുന്നു, ഒരു 50 വർഷം കഴിഞ്ഞ് ആരും എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന അതേ കാര്യം നല്ല ഭംഗിയായി എഴുതി തരുന്ന ധാരാളം സോഫ്റ്റ്വെയറുകൾ നിങ്ങളുടെ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ആരെ എഴുതാൻ മെനക്കിടുക? അപ്പോൾ എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലുള്ള കഴിവുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പം അത് ആ കാലഘട്ടത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അന്ന് മെമ്മറൈസ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് രീതി. ഇനി ഭാഷയെക്കുറിച്ച് പറയുമ്പം കാനാൻ ദേശം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മെസൊപ്പൊട്ടാമിയ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്യുന്നത്
പേർഷ്യൻ ഗൾഫിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന്, ദറ്റ് മീൻസ് കുവൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇറാഖിലൂടെ കടന്ന് ഇറാൻ്റെ ചെറിയൊരു ഭാഗവും ചേർന്ന് വീണ്ടും വടക്കോട്ട് പോയി സിറിയയിലെത്തി, സിറിയയുടെ ഒരു ഭാഗം കടന്ന് ടർക്കിയുടെ ഒരു ഭാഗം ചേർത്ത് ലെബനോണും ചേർത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നു. അങ്ങനെ വളഞ്ഞു കിടക്കുന്ന ആർച്ചിനെയാണ് നമ്മൾ ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നൊക്കെ പറയുകയുണ്ടായി കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു ഷേപ്പ് ഇത് ഏകദേശം 1000-1200 കിലോമീറ്റർ റീജിയൻ വരുന്നതാണ്. ഈ റീജിയനിൽ ഏറ്റവും പ്രധാനമായി സംസാരിക്കപ്പെട്ടത് 2 ഭാഷകളാണ്. ഒന്ന് അരാമായിക്കും, വേറൊന്ന് ഹീബ്രു. അരാമായിക് എന്ന് പറയുന്ന ഭാഷ ഇവിടെ കുവൈറ്റിൻ്റെ റീജിയൻ മുതൽ ഏകദേശം ടർക്കിയുടെ റീജിയൻ വരെ സംസാരിച്ചിരുന്ന ഭാഷ അരമായിക് ലാംഗ്വേജാണ്. അരമായ എന്നൊക്കെ പറയാം. ആ ലാംഗ്വേജാണ് സംസാരിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് കാനാൻ ദേശം ഉൾപ്പെടുന്ന പ്രദേശം, കാനാൻ ദേശം എന്ന് പറയുന്നത് ബാക്കി സിറിയയുടെ ഭാഗം മുതൽ ലെബനോൺ, ഇസ്രായേലിൻ്റെ ഭാഗം ഒക്കെ ചേരുന്ന പ്രദേശത്തിനെ കാനാൻ ദേശം എന്ന് വിളിക്കും. ആ കാനാനിക് റീജിയനിൽ സംസാരിക്കുന്നത് ഹീബ്രു ഭാഷയാണ്. അപ്പോൾ സ്വാഭാവികമായും അബ്രാഹാമിൻ്റെ ഭാഷ അരമായിക് ആയിരിക്കും. അപ്പോൾ അദ്ദേഹം അരമായിക് ആയിരിക്കണം സംസാരിക്കുന്നത് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. കാരണം ആ റീജിയനിലെ അന്നത്തെ ലാംഗ്വേജ് അതായിരുന്നു. അപ്പോൾ ആ ലാംഗ്വേജുമായിട്ടാണ് അദ്ദേഹം ഹീബ്രു സംസാരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നത്. ഈ ഹീബ്രുവും അരാമിക്കും റിലേറ്റഡ് ലാംഗ്വേജസ് ആണ്. പൊതുവേ എല്ലാവർക്കും ഈ 2 ലാംഗ്വേജും അറിയാം. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് ആണെന്ന് മാത്രം. 2 ലിപികൾ കാര്യമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹീബ്രുവിലാണ്. അരാമിക് ലാംഗ്വേജിൽ അത്രത്തോളം നന്നായി ലിപികൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഈ കർണാടകത്തിലുള്ള കന്നഡയും കൊങ്കിണിയും പോലെ വിചാരിക്കാം. കൊങ്കിണി ഒരു സംസാര ഭാഷയാണ്, അതിന് ലിപിയില്ല. അതുപോലെ കന്നഡ എന്ന് പറയുന്നത് ലിപിയും സംസാരവുമുള്ള ഭാഷയാണ്. ഇതുപോലെ തന്നെയാണ് ഏകദേശം അരമായിക്കും ഹീബ്രുവും ഉള്ളത്. അരമായിക്കിന് ലിപികൾ ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. നേരെ മറിച്ച് ഹീബ്രുവിന് കൃത്യമായ ലിപികളുണ്ട്. അതുകൊണ്ട് എഴുതാൻ വേണ്ടി ഹീബ്രുവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബൈബിളിലെ പ്രധാനപ്പെട്ട ബൈബിളിൽ നമുക്കറിയാം 73 പുസ്തകങ്ങളുണ്ട്. 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലും 46 പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഈ 46 പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലെ പുസ്തകങ്ങളും പ്രധാനമായും എഴുതിയിട്ടുള്ളത് ഹീബ്രു ഭാഷയിലാണ്. അപ്പോൾ ഹാൻഡ് റിട്ടൺ കോപ്പീസ് കിട്ടിയിട്ടുണ്ട്, പേപ്പേഴ്സിലൊക്കെ എഴുതിയ കോപ്പികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഹീബ്രുവിലാണ് പ്രധാനമായിട്ട് എഴുതിയിട്ടുള്ളത്. ചിലത് അരമായയിൽ എഴുതിയതുണ്ട്, ഗ്രീക്കിൽ എഴുതിയത് ധാരാളമുണ്ട്. ഗ്രീക്ക് ഭാഷയും ഈ കാലഘട്ടത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഭാഷയാണ്, റീജിയൻ വേറെയാണെന്ന് മാത്രം. അപ്പോൾ ഗ്രീക്കിൽ എഴുതിയ കോപ്പികളും അവൈലബിൾ ആണ്. ഈ അവൈലബിൾ മീൻസ് എക്സ്കവേറ്റ് ചെയ്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ കാർബൺ ഡേറ്റിങ്ങിലൂടെ BC കാലഘട്ടത്തിലേക്ക്, BC 500-600 കാലഘട്ടങ്ങളിലേക്ക് പോകുന്ന ബൈബിൾ കോപ്പികൾ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ലേവിയുടെ പുസ്തകവും ഡ്യൂട്ടണോമി സംഖ്യയുടെ പുസ്തകവും BC 600 എഴുതിയ പേപ്പറസ് ചുരുളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കാർബൺ ഡേറ്റിംഗ് വഴി BC 600 വരെ ബാക്കോട്ട് ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ പ്രധാനമായും എഴുതിയിട്ടുള്ളത് ഹീബ്രുവിലാണ് റിട്ടൺ ലാംഗ്വേജ് ഉള്ളത്. അപ്പോൾ ഹീബ്രുവാണ് പ്രധാനമായിട്ടും ഡോക്യുമെൻറ്റേഷന് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്നും സംസാര ഭാഷ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന അരമായിക്കാണെന്ന് മനസ്സിലാക്കണം. ഇനി ഈ ബാബിലോൺ പ്രവാസകാലമൊക്കെ ആയപ്പോഴത്തേക്കും ഈ എബ്രാഹാം ഇവിടേക്ക് വന്നു. എബ്രാഹാം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾ പിന്നീട് ഹീബ്രു ഭാഷ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവണം. കാരണം കാനാൻ ദേശത്തെ ഭാഷ ഹീബ്രുവാണ്. അപ്പോൾ അവരുടെ ഭാഷ ഹീബ്രുവായി മാറിയിട്ടുണ്ടാവും. അവർ പിന്നീട് ഈ ബാബിലോൺ എക്സൈലിന് ശേഷം വീണ്ടും ബാബിലോൺ പ്രദേശത്ത് സംസാരിക്കുന്നത് അരമായ ഭാഷയാണ്. അവർ അരമായയിലേക്ക് പോയി. ബാബിലോൺ പ്രവാസത്തിന് ശേഷം അരമായ ഭാഷ പിന്നീട് അവർ സംസാര ഭാഷയായി ഉപയോഗിക്കുകയും ഹീബ്രു ഭാഷ എഴുത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ചെയ്തു. ഹീബ്രു ഭാഷയ്ക്ക് ബാബിലോൺ അധികാരകാലത്ത് ഒരു ബാൻ വന്നിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അപ്പം യേശുവിൻ്റെ കാലത്ത്, അതായത് ഏകദേശം നമ്മളുടെ ഇതിന് ശേഷം 2000 വർഷം കഴിഞ്ഞ് യേശുവിൻ്റെ കാലത്ത് സംസാര ഭാഷ അരമായ ഭാഷയാണ്. അപ്പം യേശു സംസാരിച്ചിട്ടുള്ളത് അരമായയിലാണെന്ന് നമുക്കറിയാം. ഡോക്യുമെൻറ്റേഷൻ മുഴുവൻ ഹീബ്രുവിലാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ പിന്നെ ഒരു ലേഖനമുണ്ടായിരുന്നത് നമ്മൾ പറയുന്നുണ്ട്, യഹൂദരുടെ രാജാവ് എന്ന് പറഞ്ഞുള്ള ലേഖനം. ആ ലേഖനത്തിന് 3 ലാംഗ്വേജസാണ് പറഞ്ഞിട്ടുള്ളത്. ആ 3 ലാംഗ്വേജസിൽ ഹീബ്രുവും ലാറ്റിനും ഗ്രീക്കുമാണുള്ളത്. അതിനകത്ത് അരമായ എന്നൊരു ലാംഗ്വേജ് ഇല്ല. അവിടെ എല്ലാവരും സംസാരിക്കുന്നത് അരമായ ഭാഷയാണ്. പക്ഷേ അരമായ എന്നൊരു ഭാഷയിൽ അവിടെ ഒരു ബോർഡില്ല. അതിന് കാരണം അരമായ ഒരു റിട്ടൺ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നില്ല, അതൊരു സംസാര ഭാഷയായിരുന്നു എന്നതുകൊണ്ടാണ്. എബ്രാഹത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറായിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഇസഹാക്ക് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. അതിന് മുൻപ് അദ്ദേഹത്തിന് ആഗാറിൽ ഇസ്മായിൽ ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞു. ഇസ്മായിലിനെയും സാറയും ഹാഗാറിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയ കഥ പറഞ്ഞു. അതിനുശേഷം ഇസഹാക്ക് ജനിക്കുന്നു. ഇസഹാക്കിനെ ഏകമകൻ എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ പോലും അബ്രാഹാം വീണ്ടും വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ പേര് കെത്തൂറ എന്നാണ്. ആ സ്ത്രീയിലും അബ്രാഹത്തിന് 6 മക്കളുണ്ടായതായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എബ്രാഹാമിനോട് ദൈവം നിന്റെ ഏക മകനെ ബലി നൽകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഏക മകനെയാണ് ബലി നൽകണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ
എബ്രഹാമിനെ മെസൊപ്പൊട്ടാമിയയുടെ ഒരു റീജിയനിൽ നിന്ന് വിളിച്ച് 10,000 കിലോമീറ്റർ സഞ്ചരിപ്പിച്ച് മറുഭാഗത്തെത്തിച്ച്, മെസൊപ്പൊട്ടാമിയൻ റീജിയൻ്റെ മറുഭാഗത്തെത്തിച്ച് താമസിച്ച ശേഷം ദൈവം എബ്രഹാമിനോട് ചെയ്യുന്നത്, നീ നിൻ്റെ ഏക മകനെ ബലി നൽകണമെന്നാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളോട് അദ്ദേഹം പ്രതിലോമമായി പെരുമാറുന്നില്ല, ഓപ്പോസിറ്റായി പെരുമാറുന്നില്ല. പറയുന്നതെന്തോ അത് കേൾക്കുക എന്നതാണ്. അപ്പോൾ തനിക്ക് അത്രയും പ്രിയപ്പെട്ടതായിട്ടും തൻ്റെ മകനെ ദൈവത്തിന് നൽകുവാൻ എബ്രഹാം തയ്യാറായതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് മകനെ ബലി നൽകേണ്ടി വന്നില്ല. അത് ഈ ബലി നൽകാൻ അദ്ദേഹം പോയത് മോറിയ മലയിലാണ് എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മോറിയ മല എന്ന് പറയുന്നത് നമ്മളുടെ ജെറുസലേമിലുള്ള ടെമ്പിൾ മൗണ്ടാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് ഇസ്രായേൽക്കാരുടെ ദേവാലയം, ജെറുസലേം ദേവാലയം സോളമൻ പണിതിട്ടുള്ളത്. അപ്പോൾ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ വലിയ ഡിസ്പ്യൂട്ടുള്ള സ്ഥലം, ഈസ്റ്റ് ജെറുസലേമിലുള്ള സ്ഥലമാണ്. അതാണ് മോറിയ മല. ആ മലയിലാണ് ദൈവത്തിന് ബലിയർപ്പിക്കുവാനായി സ്വന്തം പുത്രൻ ഇസഹാക്കിനെ അബ്രാഹാം കൊണ്ടുവന്നത്. അപ്പോൾ ആ സ്ഥലത്തിന് പ്രാധാന്യം അതാണ്. ദൈവം അബ്രാഹാമിനോട്, അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത ആദ്യ പിതാവിനോട് ഒരു ബലി ആവശ്യപ്പെട്ടു. ആ ബലി, ഒറ്റ ബലി, നേരിട്ട് ആവശ്യപ്പെട്ട ബലി അത് മാത്രമാണ്. ആ ബലി അദ്ദേഹം നിർവഹിക്കുന്നത് ഈ ടെമ്പിൾ മൗണ്ടിലാണ്, അല്ലെങ്കിൽ മോറിയ മലയിലാണ്. അതാണ് മോറിയ മൗണ്ട് അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ടിൻ്റെ പ്രാധാന്യം. അത് ദൈവത്തിന് ബലി നൽകാനുള്ള സ്ഥലമായി ദൈവം ഭൂമിയിൽ തിരഞ്ഞെടുത്ത സ്ഥലം എന്നാണ് യഹൂദർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് യഹൂദർ അവിടെ അവരുടെ ദേവാലയം പണിതിട്ടുള്ളത്. ആ ദേവാലയം പിന്നീട് നശിപ്പിക്കപ്പെടുകയും ഇന്ന് ടെമ്പിൾ മൗണ്ട് വേറെ ആളുകളുടെ കയ്യിലാണ്. അവിടെ നിലവിലുള്ള ദേവാലയവും വേറെയാണ്. അതിനെ സംബന്ധിച്ചുള്ള വലിയ ഡിസ്പ്യൂട്ടുകൾ ഇന്ന് നടക്കുന്ന ഇസ്രായേൽ അറബ് യുദ്ധത്തിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ടെമ്പിൾ മൗണ്ട് ആണെന്നും നമുക്കറിയാം. പിന്നെ ഡ്രൈവിംഗ് ഫോഴ്സാണ്, ഒരിക്കലും മുമ്പോട്ട് എടുത്തു വയ്ക്കില്ല. പക്ഷേ ആ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫോഴ്സ് ഈ ടെമ്പിൾ മൗണ്ടാണ്. അതിൻ്റെ കഥകളിലേക്ക് നമുക്ക് ഈ ടോക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കത് അത് സ്പർശിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ അദ്ദേഹം സെറ്റിൽ ചെയ്ത സ്ഥലം ഹെബ്രോണാണ്. അത് ജെറുസലേമിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ 40 കിലോമീറ്ററോളം തെക്കോട്ട് മാറിയാണ്. അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസഹാക്കിനൊരു ഭാര്യ വേണം. അപ്പോൾ ഇസഹാക്കിന് ഭാര്യനെ കനാൻ ദേശത്ത് നിന്ന്, അല്ലെങ്കിൽ വിഗ്രഹാരാധകരുടെ നാട്ടിൽ നിന്ന് സ്വീകരിക്കുവാൻ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നു, ഈ ഇസഹാക്കിന് ഒരു ഭാര്യ വേണം, അപ്പോൾ ഇവനെ നമുക്ക് നമ്മളുടെ ദേശത്തേക്ക് അയച്ച് ഇവനൊരു പെണ്ണെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കുന്നത് അവരുടെ ചാർച്ചക്കാർ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ തന്നെ കൂട്ടർ താമസിച്ചിരുന്ന, അവരുടെ ഗോത്രങ്ങൾ താമസിച്ചിരുന്ന പാതാൻ ആരാമിൽ നിന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ പാതാൻ ആരാം എന്ന് പറയുന്നത് ഈ ടർക്കിയുടെ സൗത്ത് വെസ്റ്റ് റീജിയനാണ്. ടർക്കിയുടെ സൗത്ത് വെസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ സിറിയയുടെ തൊട്ട് മുകളിലായിട്ട് വരും. സിറിയയുടെ വടക്കേ അതിർത്തിയുടെ തൊട്ട് മുകളിലായിട്ട് ടർക്കിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന ആ പ്രദേശത്തിനാണ് പാതാൻ ആരാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാതാൻ ആരാമിൽ അബ്രാഹാമിന് ബന്ധുക്കളുണ്ട് എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അബ്രാഹാമിൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആ ഗോത്രം ഈ മെസൊപ്പൊട്ടാമിയൻ റീജിയണിൽ മുഴുവൻ ചിതറിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങ് സിറിയ വരെ അവരുടെ ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ 1200 കിലോമീറ്റർ നീളം വരുന്ന മെസൊപ്പൊട്ടാമിയൻ റീജിയണിൽ ഏകദേശം 800-900 കിലോമീറ്റർ വരെ ഈ ഗോത്രത്തിലെ ആളുകൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അബ്രാഹാം ഒരുപാട് ദൂരം സഞ്ചരിച്ചു വന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഗോത്രമുള്ള അവസാന ഭാഗത്ത് ഏകദേശം ഒരു 100-300 കിലോമീറ്റർ മാത്രമാണ് അദ്ദേഹം ഈ കാനാൻ ദേശത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാനാൻ ദേശത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാനാൻ ദേശത്ത് ഭാഷ വേറെയാണ്, സ്വാഭാവികമായും കൾച്ചർ വേറെയായിരിക്കും. ആ ഭാഗത്തേക്ക് ഇവർ കുടിയേറി എന്നില്ല എന്നർത്ഥം. നമ്മളിപ്പോൾ പാലായിൽ നിന്ന് കുടിയേറി വരുന്ന സമയത്ത് കുറേ ആൾക്കാർ തൃശ്ശൂർ ജില്ലയിലെ പീച്ചി ഭാഗത്ത് കുടിയേറിയിട്ടുണ്ട്. കുറേ പേര് പാലക്കാട് ജില്ലയിൽ മംഗലം ഭാഗത്ത്, മണ്ണാർക്കാട് ഭാഗത്ത് കുടിയേറിയിട്ടുണ്ട്. കുറേ ആൾക്കാർ കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ കുടിയേറിയിട്ടുണ്ട്. കുറേ ആൾക്കാർ വയനാട്ടിൽ കുടിയേറിയിട്ടുണ്ട്. കുറേ ആൾക്കാർ കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലുണ്ട്. കുറേ ആൾക്കാർ കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പോൾ ഒരാൾ കാസർഗോഡ് ജില്ലയിലുള്ള ആൾ പാലായിൽ നിന്ന് പുറപ്പെടുമ്പോൾ അയാളുടെ ചാർച്ചക്കാരായിട്ടുള്ള ആളുകളെ അവിടെ വരെയുള്ള എല്ലാ ജില്ലകളിലായി കണ്ടെത്താൻ പറ്റും എന്ന് പറയുന്നത് പോലെയാണ് ഇദ്ദേഹം ഈ ഊർ എന്ന ദേശത്ത് നിന്നും കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ ഈ കാനാൻ ദേശത്ത് മുഴുവൻ ചിതറിക്കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇദ്ദേഹം ഈ പറയുന്ന കാനാൻ ദേശത്തെത്തുന്നതും അവിടെ താവളം അടിക്കുന്നതും. ഈ അബ്രാഹാമിന് അപ്പോൾ ഇവർ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി പാതാൻ ആരാമിൽ പോകുന്നു. അങ്ങനെ പാതാൻ ആരാമിൽ നിന്ന് ഇസഹാക്കിന് ഭാര്യയെ ലഭിക്കുന്നു. അവിടെ ഇസഹാക്കിന് ആ സ്ത്രീയിൽ 2 മക്കൾ ഉണ്ടാവുന്നതായിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് ഏസാവും യാക്കോബുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ ഇന്നത്തെ കഥ നിർത്തുകയാണ്. ഈ ഇസഹാക്കിൻ്റെ വിവാഹത്തിൻ്റെ സ്ഥലത്ത് നിൽക്കട്ടെ. അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് അടുത്ത ദിവസം കിടക്കാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഇതാണ്,
എബ്രാഹാമിൻ്റെ ബന്ധുക്കൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പാതാൻ ആരാമിൽ ഇദ്ദേഹത്തിന് ഭാര്യയായി ലഭിക്കുന്നത് എബ്രഹാത്തിൻ്റെ ഭാര്യയുടെ ചാർച്ചക്കാരിയായിട്ടുള്ള റബേക്ക എന്ന് പറയുന്ന സ്ത്രീയെയാണ്. അപ്പം റബേക്കയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നു. അങ്ങനെ ഇദ്ദേഹം വീണ്ടും ഈ പറയുന്ന ഹെബ്രോൺ ദേശത്ത് തന്നെ തുടരുന്നു. ഇവിടെ നമ്മളുടെ ഇന്നത്തെ കഥ നിർത്തുകയാണ്. അടുത്ത കഥ വോളിയം 3 നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഗോത്രത്തിൻ്റെ രൂപീകരണം, ഈ ഗോത്രം രൂപീകരിക്കപ്പെട്ടുള്ളത് രക്ഷകനായ മിശിഹായ്ക്ക് ജനിക്കുവാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ എപ്പോഴും വളരെ ദൂരേക്ക് കണ്ടുകൊണ്ടാണെന്നും അതിൽ ഓരോരുത്തർക്കും ഓരോ റോളുകളുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും വളരെ ഡെഫിനറ്റായിട്ട് റോളുകളുണ്ട്. അപ്പോൾ ആ റോൾ എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. അത് ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ദൈവം ഒരു ടാലൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ടാലൻറ്റ് കിട്ടിയ ആളുകൾ കൂടുതൽ മിടുക്കന്മാരാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അത് ദൈവം കൊടുക്കുന്ന ടാലൻ്റാണ്. ആ ടാലൻറ്റ് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് അത് മനുഷ്യരുടെ നന്മയ്ക്കായി ഉപയോഗിച്ചുകൊണ്ട് കടന്നു പോവുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. എബ്രാഹാത്തെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം, അദ്ദേഹത്തെ വിളിച്ചു ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അതുപോലെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി നമ്മൾ വായിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള മനുഷ്യർക്ക് അദ്ദേഹം ഒരു ഉപകാരിയായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ സ്പെസിഫിക് ആയിട്ട് ഭയങ്കര ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനായിട്ടൊന്നും അബ്രാഹത്തെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നില്ല. അദ്ദേഹം ഒരു സാധാരണ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു എന്നതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. തൽക്കാലം നിർത്തുകയാണ്. നന്ദി.